ഞാൻ ഇത്ര വർഷം ജീവിച്ചതിൽ ഇതുപോലെ ഒരു പ്രഷർ അനുഭവിച്ചിട്ടുള്ള ഒരു കോടതി വിധി ഉണ്ടാവില്ല. ഞാൻ പറയുന്ന ഒരു ജഡ്ജിന് ഒരു ഭാഗത്ത് 70% ഓഫ് ദ പബ്ലിക് അഗെയിൻസ്റ്റ് ദിലീപ്, മാധ്യമങ്ങൾ 99% മാധ്യമങ്ങളും ദിലീപിനെതിരെ. അപ്പോൾ ഇങ്ങനൊരു വിധി വന്നു കഴിഞ്ഞാൽ അത് ദിലീപിന് അനുകൂലമായിട്ടുള്ള വിധി, ദിലീപ് നിരപരാധിയാണെന്നുള്ള വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ജഡ്ജിനെ അറിയാം, കേരള മാധ്യമങ്ങളും പബ്ലിക്കും പുള്ളിക്കാരത്തി ദിലീപിൻ്റെ നിന്ന് പൈസ മേടിച്ചിട്ട് ദിലീപിനെ വിട്ടയച്ചതാണെന്ന് 100% ആൾക്കാർ പറയുന്നറിയാം. അത് പുള്ളിക്കാരുടെ ഇമേജിനെ ബാധിക്കും. പേഴ്സണലായിട്ടുള്ള ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോകേണ്ടി വരും. ആരോപണം ഉന്നയിക്കും. പുള്ളിക്കാരത്തിയുടെ ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കും. ആരെങ്കിലും ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള പ്രഷർ ഉണ്ടായിട്ട് പോലും പുള്ളിക്കാരത്തി അൺബയാസ്ഡ് ആയിട്ട് 100% നിയമത്തിൽ നിന്നുകൊണ്ട് എവിഡൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നട്ടലോടുകൂടി ആ ഒരു വിധി പ്രഖ്യാപിക്കാൻ പുള്ളിക്കാരത്തിക്ക് കഴിഞ്ഞു. നമ്മൾ ഇന്ത്യയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒരുപാട് കേസസിൽ പബ്ലിക്കിനെ പേടിച്ചിട്ട്, മാധ്യമങ്ങളെ പേടിപ്പിച്ചിട്ട് ജഡ്ജിമാർ 100% നീതി പുലർത്താതെ ഒരുപാട് നിരപരാധികളെ ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു നാട്ടിൽ ഈ ഒരു മാഡം, യു ഡിസേർവ് സംതിങ് ബിഗ് ആക്ച്വലി. ഇത്രയ്ക്ക് അൺബയാസ്ഡ് ആയിട്ട് ഒരു വിധി പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. ഇങ്ങനെയുള്ള ജഡ്ജിമാരാണ് നമുക്കിപ്പോഴും ഈ കോടതിയോട് ബഹുമാനം നേടിത്തരാൻ സാധിക്കുന്നത്.